ഒരുപാട് ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോകാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇതുവരെ പോകാത്ത ഒരു സ്ഥലത്തിന്റെ പേര് കയ്യിൽ നിന്ന് പാളിപ്പോയി ഇടക്ക് ഇറ്റലിയും റോമും ഈ ഇടക്കടന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയത്. ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു, പോകാത്ത സ്ഥലമാണ്. 2 തവണ എന്നെ വിളിക്കണത്. ഇത് രണ്ടും പോകുന്ന ചില ചട്ടങ്ങളുടെ ഇതുകൊണ്ട്, പണ്ടൊന്നും അത്ര നിയമവശങ്ങളില്ല. ഇപ്പൊ എന്തോ ഇത്തിരി അങ്ങനെയുള്ള ചില നിയമവശങ്ങൾ കൊണ്ട് മാത്രം എന്റെ ചെല്ലലി ഒഴിവായി പോയി. പോകും ഉറപ്പാണ്. എന്തായാലും അവിടെ നിന്ന് വിളി വരും. ആഗ്രഹിച്ചതൊക്കെ നമുക്ക് കുറെ അങ്ങോട്ട് തന്നില്ലെങ്കിൽ ആഗ്രഹിക്കാത്തത് കൂടുതൽ വന്നു. അപ്പൊ പിന്നെ ആഗ്രഹിക്കാനില്ല. പക്ഷെ എന്നാലും മനസ്സുകൊണ്ട് നമ്മളിങ്ങനെ പറയാറുണ്ട്, പോകാത്ത സ്ഥലങ്ങളിൽ പറഞ്ഞേ വിളിക്കണേ. അപ്പൊ പോകാനുള്ള അവസരം ദൈവം ഉണ്ടാക്കും. നമ്മുടെ മലയാളികൾ ഉണ്ടല്ലോ അവിടെ. അതെ, ഇപ്പോ ഒരു മിമിക്രി കലാകാരനാണ് അല്ലെങ്കിൽ വീട്ടിലൊരു ഗൃഹനാഥനാണ്. ഇതിനേക്കാൾ ഉപരിയായിട്ട് വേറെ എന്തെങ്കിലും സ്ഥാനമാനങ്ങളുണ്ട് മിമിക്രി ലോകത്ത്? മിമിക്രിയിലെ ഇത്രയും ആർട്ടിസ്റ്റുകളുടെ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കാൻ ഇത്രയും വർഷം കൊണ്ട് എനിക്ക് കഴിഞ്ഞെങ്കിൽ അതിനകത്ത് എനിക്കൊരു അഭിമാനമുണ്ട്. കാര്യം ലോകം മുഴുവൻ വമ്പന്മാർ എന്ന് പറയുന്ന സൂപ്പർ താരങ്ങളാണ് ഇതിന്റെ അംഗങ്ങൾ. അവരുടെ ഒരു കൂട്ടായ്മയുടെ ഒരു നേതാവ് എന്ന രീതിയിൽ അവരൊരു കൂടെ കീഴിൽ നിർത്തുന്നു. ഈ അമ്മ സംഘടന അതുപോലെ നമുക്ക് കൊണ്ടുപോകാനും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അവർക്ക് നന്മകൾ ഉണ്ടാകാനും സംഘടനയ്ക്ക് നന്മയുണ്ടാകാനും ഒക്കെ ശ്രമിക്കാൻ ഞാൻ സമയം കണ്ടെത്താറുണ്ട്. ഇപ്പോൾ ഇഷ്ടപ്പെട്ട സിനിമകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഒരു നോൺ സ്റ്റോപ്പ് പോലെ പറയുന്ന ഒരു പ്രവണത ഞാനൊരു ആരാണ് ഇഷ്ടപ്പെട്ട സിനിമയെന്ന് മാത്രം പറഞ്ഞത്? ഇഷ്ടപ്പെട്ട സിനിമകൾ, അതാണ് സിനിമകൾ. ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട പാട്ടുകൾ. രവീന്ദ്ര മാഷിന്റെ പാട്ടുകൾ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഇരുന്ന് ഈ തിരഞ്ഞെടുക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരെണ്ണം പോലും എനിക്ക് കണ്ടെത്താൻ പറ്റില്ല. സിനിമകളുടെ കാര്യം പറഞ്ഞു ചേട്ടാ, സിനിമാ പേരുകളൊക്കെ ഒത്തിരിയുണ്ട്. മകാരത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മകാരം പോട്ടെ. മകാരത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മുതലാളിമായ അവിയമുടിനായ പുത്ര മാനശ്രീ വിശ്വാമിത്ര മനുഷ്യൻ മനോങ്ങൾ മറ്റൊരു കാരണം മുരടൻ മാതാടർമ്മ മലമുള്ള ദീപമംഗലം വീട്ടിൽ മാനശേശ്വരൂപ മഹാനഗരത്തിൽ മയൂർമൃത്തം മേലെപ്പറമ്പിലാൻ വീട്ടിൽ മഴയത്തും വിതരം മണ്ണിന്റെ മുകളിൽ മണിമാളിക മണിയുന്നവർ 3 മാസങ്ങൾക്ക് മോദനോത്സവം മത്സരങ്ങൾ മഴയിൽ കാവടി മഴ കൂടാരം മനത്തെ മെച്ച് മുഗലാത്ത മുറിമുഖൻ രാജാവ് മുദ്രമുഖ മുദ്ര മൻപട മടവാടി മൂടുപട മണിയറ മാമകം മാനപുത്രമ മാനമകരങ്ങളെ മാതൃമയ്ക്ക് വേണ്ടി മടിയർ മുതിച്ച മനുഷ്യ പുറത്തപ്പോൾ മിസ്മാബില മാമലക്കപ്പുറത്ത് മഴ പെയ്യുന്ന മതളം കൊട്ടുന്ന മന്ത്രമാളികയിൽ മനസ്സമത മാസ്മര മൂർഖൻ മിമിക്സ് പരേഡ് മമ്മിയാൻ ബി മോസാൻ ഗേറ്റ് മീശമാധവനമായ മുഖിരി മധുരാശി, അങ്ങനെ ഒരുപാട് സിനിമകൾ ഇങ്ങനെ കടന്നു. മതി, ഏകദേശം നമ്മളിപ്പോ ന്യൂഡൽഹി വരെ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ന്യൂഡൽഹി എന്നുള്ള പേരിലും ആയില്ലെങ്കിലും അവിടെ ന്യൂഡൽഹിയിൽ കുറെ മലയാളികളുണ്ട്. അവിടെ ഒരു മായുണ്ട്, മകാരമാണ്. ഓക്കെ, ഇതിപ്പോ ഇതിൽ കൂടുതൽ നമ്മൾ എങ്ങനെയാ പറയിപ്പിക്കാന്നുള്ളതാണ്. ഈ ശ്വാസം എന്ന് പറഞ്ഞ സംഭവം സാഹചര്യം കുറച്ച് കുറവാണോ? ശ്വാസം നിലച്ചാൽ തീർന്നില്ല പണി. അത് മനസ്സിലായി. എല്ലാ പ്രത്യേകത ഉണ്ട് എനിക്ക്. 2 കണ്ണ്, ഒരു 2 മൂക്കിന് 2 അതുപോലെ അല്ലേ. പക്ഷെ വായ തുറന്ന കുറെ പ്രത്യേകതകൾ വരുന്നുണ്ട്. അപ്പൊ അത് ഓരോരുത്തർക്കും ഓരോ പ്രത്യേകത ദൈവം കൊടുത്തിട്ടുണ്ട്. ചിലരുടെ കയ്യിലാണ് അവരുടെ കലാകാരനെ കൊടുത്തേക്കുന്നത്, വിരൽ തുമ്പിൽ. നന്നായിട്ട് എഴുതുന്നവർ, നന്നായിട്ട് ചിത്രം വരക്കുന്നവർ. ചിലരുടെ ഭാഗ്യം കൊടുക്കുന്നത് കാലില്ല. മറഡോണ, പെലെ പോലുള്ള ആളുകൾ, വിജയൻ ചേട്ടനൊക്കെ പോലുള്ള ആളുകൾക്ക് കൊടുത്തത്. ചിലവർക്ക് പാട്ടിലൂടെ, ദാസേട്ടനക്കും അതുപോലെ കൊടുത്ത ആളുകൾക്കൊക്കെ അതേപോലെ. എന്നാ പറഞ്ഞ പോലെ എനിക്ക് നാവിൽ ദൈവം ഇതുപോലെ സ്പീഡിൽ സംസാരിക്കാനുള്ള ഒരു എന്താ പറയുക ഭാഗ്യം തന്നു. തീർച്ചയായിട്ടും അത് വെറും സ്പീഡല്ല, 100 സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ കുറക്കാൻ ശ്രമിക്കുക. കാര്യം എനിക്ക് തന്നെ തോന്നി ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ സ്പീഡായി പോകും. ഇപ്പോഴേ നമ്മൾ മാക്സിമം സ്പീഡായി. ഇനി ഇത് സ്പീഡിൽ പറയുന്നവരുണ്ടാവാം, എന്നേക്കാൾ നന്നായിട്ട് സ്പീഡിൽ പറയുന്നവരുണ്ടാവാം. അവര് ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ളവന് മനസ്സിലാവണം. സത്യം. ഞാൻ പരാജയപ്പെടാൻ പോകുന്നത് പറയുന്ന കാര്യം മനസ്സിലായില്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു. തീർച്ചയായിട്ടും പറയുന്നത് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. അവിടെയാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. ഇതിന് വേണ്ടിയിട്ട് എന്താ ഈ പ്രാക്ടീസ്? ഒന്നും ചെയ്യില്ല, വെറുതെ ഇരിക്കുക, നന്മകൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, പിന്നെ നല്ല ബുക്കുകൾ വായിക്കുക, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക, ഓർമ്മ ഉണ്ടാക്കുക. അതാണ് മെയിൻ കാര്യം. അത്രേ ഉള്ളൂ. സ്പീഡിൽ ഉറക്കെ പറഞ്ഞു പഠിച്ചാൽ കിട്ടുമെന്നുണ്ടോ? സ്ലോയിലി എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ വളരെ സ്ലോയിലി സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് വളരെ അക്ഷരത്തെറ്റാണ്. സ്പീഡിലാണെങ്കിൽ എനിക്ക് ലക്കില്ലാകാനുമില്ലാതെ അങ്ങോട്ട് പോകും. ഓക്കെ, എത്ര വർഷമായി? 25 വർഷം എൻ്റെ നാട് ആഘോഷിച്ചേ ഉള്ളൂ. 25 വർഷം കഴിഞ്ഞു. എന്താണ് ഇനിയുള്ള ആഗ്രഹങ്ങൾ ജീവിതത്തിൽ? അല്ല, ഈ 25 വർഷങ്ങൾ നല്ല സുഹൃത്തുക്കളെ കിട്ടി, നല്ല വേദി കിട്ടി, അല്പം വളരാൻ പറ്റി. ഇനി ആ ബാക്കി നിൽക്കുന്ന മോഹങ്ങൾ കൂടി സാക്ഷാത്കരിക്കാൻ ഒരു 25 വർഷവും കൂടി ഉണ്ടാവും. 25 വർഷം കൂടി. അതെ അതെ. അതിനുള്ളിൽ നേടാൻ പറ്റിയ നേട്ടങ്ങൾ അല്ലെങ്കിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സിലെ ഏറ്റവും ആഗ്രഹം, ഒരു സിനിമ തന്നെയാണ്. സിനിമ ഒരെണ്ണം എഴുതണം, ഒരെണ്ണം ചെയ്യണം. ഡയറക്ഷൻ ആവണം. അതെ, ഒരെണ്ണം സ്ക്രിപ്റ്റ് എഴുതണം, ഒരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യണം. ഒരെണ്ണത്തിൽ നായകനായിട്ട് അഭിനയിച്ചാലും നായകനായിട്ട് അഭിനയിച്ചിട്ട് നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് മാറുന്നതിനേക്കാളും നല്ലത് നമുക്ക് പറ്റിയ വേഷങ്ങൾ ആ സിനിമയിൽ ഉണ്ടെങ്കിൽ അതിലൊരു ഭാഗം. അത് ഞാൻ ചെയ്യാത്ത, ഞാനിങ്ങനെ എൻ്റെ സ്പീഡ് എന്നെ നിയന്ത്രിക്കുന്ന ഒരു സിനിമയായിരിക്കണം. എനിക്ക് വേണ്ടി അഴിച്ചു വിടുന്ന ഒരു സിനിമയല്ല. എനിക്ക് പറ്റുന്ന ഞാൻ ചെയ്യാത്തൊരു വേഷം തരാനും അങ്ങനെ ആയിരിക്കണം. എനിക്ക് തോന്നുന്നു മിമിക്രി ലോകത്താണ്, സിനിമാ ലോകത്താണ് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. സാഞ്ചേട്ടന് ഒരുപാട് ഇപ്പൊ തന്നെ നമ്മൾ വരുമ്പോൾ തന്നെ ഫോണിൽ കാണാൻ പറ്റി എത്രയും മാത്രം കോൾസ് എല്ലാവരും വിളിക്കും. എല്ലാവരും കോൾ ഞാൻ എടുക്കും, അല്ലെങ്കിൽ തിരിച്ചു വിളിക്കും. ആ ഒരു ക്വാളിറ്റി അത് എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അല്ലേ. കാരണം നമ്മൾ സാധാരണ ഇതിൽ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ബിസി ആക്കി തിരിച്ചും വിളിക്കില്ല, ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ സാഞ്ചേട്ടൻ നേരെ എല്ലാവരും വിളിക്കും. ഞാൻ
ഈ ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ കോൾ വരാറുണ്ടോ? മിക്കപ്പോഴും വിളിക്കും. ചിലപ്പോൾ പാതിരാക്കായിരിക്കും. എനിക്കൊരു പരിഭവം തോന്നാറില്ല. രാത്രി 2:30 മണിക്ക് 1 മണിക്ക് ഇപ്പം ഞങ്ങളുടെ അസോസിയേഷൻ്റെ ആൾക്കാർക്ക് തന്നെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാൽ രാത്രി 1 മണി, അപകടം ഉണ്ടാകുന്ന ഏത് സമയത്താണെന്ന് നമുക്കറിയില്ല. അവരും ഒക്കെ വിളിക്കുമ്പോഴേ എൻ്റെ മൊബൈൽ എപ്പോഴും ഓണായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ ഒരു സംഘടന പറഞ്ഞു, ഈ സംഘടനയിൽ കഷ്ടപ്പെടുന്ന കലാകാരന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വേറെ ഞങ്ങളെ വിട്ട് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ ഒരുപാട് കലാകാരന്മാരുണ്ട്. അവരുടെ കുടുംബങ്ങൾക്ക് അവരിലെ ഒരു ഗൃഹനാഥനെ അല്ലെങ്കിൽ ഒരു മകനെ നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഒരു കലാകാരനെ, ഒരു കൂട്ടുകാരനെ നഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പോലും നമ്മുടെ കുടുംബം ഒരു പക്ഷേ ചില കാര്യങ്ങൾക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു വേർപാടിൽ അവരുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് വലിയ നഷ്ടം തന്നെയാണ്. അവരെ മറന്നു കളയലല്ല, ഞങ്ങളുടെ കൂട്ടായ്മ കൊണ്ട് ആ കുടുംബത്തിന് ഇനി എന്ത് ചെയ്യാൻ പറ്റും അതുണ്ടാകലാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതാണ് ലക്ഷ്യം. കാര്യം പറന്നു നടന്ന പല കലാകാരന്മാരുടെയും പക്ഷം കരിഞ്ഞ പക്ഷി എന്നൊക്കെ പറയുന്നത് പോലെ ചിറക് വിടർത്തി നടക്കുന്നവർക്കൊക്കെ തളർച്ച സംഭവിച്ചു തുടങ്ങുകയാണ്. അവർക്കൊരു താങ്ങായി തണലായി സംഘടന ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ഇനിയെങ്കിലും ഉണ്ടാവണം. ഇനിയെങ്കിലും ഉണ്ടാവട്ടെ. മിമിക്രി തുടങ്ങിയ 40 വർഷമൊക്കെ കഴിഞ്ഞ ഒരു കലയാണെന്നും കൂടി ആലോചിക്കാം. തീർച്ചയായിട്ടും. വേറെ എന്തൊക്കെയാണ് ചേട്ടൻ്റെ ഹോബീസ്, ആക്ടിവിറ്റീസ് മിമിക്രി അല്ലാതെ? ഹോബീസ് എന്നൊക്കെ പറയുന്നത് എഴുതോ, വായന പറഞ്ഞു. പിന്നെ പാട്ടെന്ന് പറഞ്ഞ ഒരു ഈ നേരത്തെ പറഞ്ഞ പോലെ സംഗീതത്തിന്റെ സമ്മാനം മേടിക്കാനുള്ള പാട്ടല്ല, അത്യാവശ്യമുള്ള ഒരു സാഹസത്തിനുള്ള പാട്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. തിരിച്ചു പാട്ടൊക്കെ ഉണ്ട്, തിരിച്ചു പറയലുണ്ട്, എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇല്ലാത്തൊന്നുമില്ല എന്നുള്ളതാണ് ചേട്ടാ. ഒരു തിരിച്ചുപാട്ടിന്റെ ഒരു ഏത് പാട്ടാണ് ലേറ്റസ്റ്റ് തന്നെ ചേട്ടൻ്റെ? മറ്റേ പഴയ നമ്മുടെ അതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഗമ്മാമ റിഗുലബടിണ്ടാക്കോ ദയുളനിയിൽ ngരതി ഈവാന, ഗമ്മാമ റിഗുലബടിണ്ടാക്കോ ദയുളനിയിൽ ngരതി ഈവാന, ലംരഗി മഴമതാരി ജരുതി എഴുമേ. കുറേ വാക്കുകൾ ഇങ്ങനെ കടമെടുത്ത് നമ്മൾ പാടും. ചേട്ടാ അതിന്റെ ശരിക്കുള്ള പാട്ട് എനിക്ക് ഇപ്പോഴും കിട്ടുന്നില്ല. ഈ ശരിക്കുള്ള പാട്ട് ഞാൻ ഇങ്ങനെ പാടിയിട്ട് കിട്ടിയില്ലെങ്കിൽ ഇജിമ്പൂടിക്ക് അടിക്കണം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ദാസേട്ടനും രവീന്ദ്രൻ മാഷും കൂടി മലയാളത്തിന് സംഭാവന ചെയ്ത മാമാങ്കമാണ്. ചില പാട്ടുകളൊക്കെ പെട്ടെന്ന് പിടിക്കാം, ചില പാട്ടുകൾ ഞാൻ പാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. സത്യമാണ്. പണ്ടൊക്കെ ആദ്യം പാടുന്ന പാട്ടൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ആ സംഗീതം ഇത് തന്നെ ഞാൻ വേറൊരു പാട്ട് പാടിയാൽ ചിലപ്പോൾ ചിന്തിച്ചിരിക്കും. കിട്ടുന്നുണ്ടോ പെട്ടെന്ന്? ഇല്ല. പക്ഷെ അത് സംഗീതത്തെ സ്നേഹിക്കുന്നവർക്കറിയാം. ഇതെല്ലാം കൂടി ഇങ്ങനെ ആവുമ്പോണ്ടല്ലോ നമ്മളിപ്പോ സത്യത്തിൽ ഈ ഒരു ക്രൗഡിന്റെ ഇടയിൽ നിൽക്കുന്ന പോലെയാണ്. ഒന്നും മനസ്സിലാവുന്നില്ല ചില സമയത്ത് ഏതാണ് ചാച്ചനെ പാടുന്നതെന്നുള്ളതാണ്. തിരിച്ച് പറയുന്നത് എങ്ങനെയാണ് അപ്പോ സംസാരിക്കുന്നത്? നമ്മളിങ്ങനെ ഓരോരോ പ്രസംഗം പറഞ്ഞ പോലെയൊക്കെ നമ്മളിങ്ങനെ പറയും. രമാന്തരഘോസ സഹോദരന്മാര്, രമാന്തരിഘോസ സഹോദരിമാര്, രമാ ചേച്ചിമാര്, ചുകളെ കെട്ടിക്കു കൊച്ചുകുട്ടികളെ, ഇളയ കെട്ടിക്കു കുട്ടികളെ, രംസ്കമന എന്ന് പറഞ്ഞാൽ നമസ്കാരം. അങ്ങനെ പറഞ്ഞു പോകുന്നൊരു ഞാൻ പറയുന്നു, വേറൊരാൾ തർജ്ജമ ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞു നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനം ചോദിച്ചാൽ നമ്മൾ തിരുവനന്തപുരം പറയും. പക്ഷേ ആചാര്യ ഞാൻ പറയും രമ്പുന്തിന വരുതി അല്ലേ, അങ്ങനെയൊക്കെ പറയും. ചില വാക്കുകൾ കേൾക്കാൻ നല്ല രസമാണ്. തിരിച്ചു പറഞ്ഞാലും ഒരേപോലെ ആകുന്ന ചില വാക്കുകളുണ്ട്. ചിലർക്ക് പേരങ്ങനെയാണ്. ആ പേരൊക്കെ നമ്മൾ എങ്ങനെ തിരിച്ചു പറഞ്ഞാലും അതേപോലെ തന്നെ ആവുള്ളൂ. ബാക്കി ഏത് പേരുകളാണോ? ജലജ, സരസ, കത്രിക, മഹിമ, സുരാസു, ജഡേജ, വികടകവി, മോരുതരിമോ എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെ എഴുതുന്നു അതേപോലെ തന്നെ കണ്ണാടി വെച്ച് ഇപ്പുറത്തേക്ക് നമുക്ക് നമ്മളെ തോപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ വാക്കുകൾ നമുക്ക് പിടിയുന്നില്ല ഇതുവരെയായിട്ട്. വാക്കുകളും ഉണ്ട്. ശരി, തോപ്പിച്ച വാക്കുകളുണ്ട് സായൻ ചേട്ടനെ. അതെ. എനിക്കൊരിക്കലും പറയാൻ ബാക്കിയുള്ള ഭാഷകളൊക്കെ നമ്മൾ തിരിച്ചു പറയുമ്പോൾ മറു വേറൊരു ഭാഷയായിട്ട് തോന്നും. എനിക്ക് തോന്നുന്നു ഈ മിമിക്രി ഫീൽഡിൽ ഈ ഒരു ഇങ്ങനത്തെ ഒരു ഈ രീതിയിലുള്ള മിമിക്രി ഇതൊക്കെ ഞാൻ കുറേ സംഭാവന ചെയ്തു. സാഞ്ചേട്ടന്റെ കോൺട്രിബ്യൂഷൻ ആണ്. സംഭാവന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റേതായിട്ടുള്ള എന്തെങ്കിലും വേണമെന്ന് കരുതിയ ഒരു കാലഘട്ടമുണ്ട്. തീർച്ചയായിട്ടും. അല്ല, അത് എത്ര കാലം കഴിഞ്ഞാൽ ഇപ്പോൾ സാജന്റെ തന്നെ കോൺട്രിബ്യൂഷൻ ആണെന്ന് തന്നെ എല്ലാ ജനങ്ങളും ഓർക്കും, എല്ലാ മലയാളികളും. നമുക്ക് അത്രയും ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ നമ്മളത് പറയാൻ പറ്റിയ ആ സമയത്ത് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അതെ, ഇനിയിപ്പോൾ ഒരുപാട് പേര് ഫോളോ ചെയ്താൽ കൂടി ആ ഒരു സംഭവം കൊണ്ടുവന്നത് സാജേട്ടൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇതല്ല, ഇനിയും കുറച്ച് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട്. ഇച്ചിരി മടിയാണ്, പക്ഷെ എന്തായാലും എന്റെ മടി മാറ്റി പൊടിയൊക്കെ തട്ടി ഞാൻ തവിടുപൊടിയാകാതെ വരാനുള്ള ഒരു ശ്രമത്തിലാണ്. മടി നമ്മളൊരു പരിധി വരും, ചില സമയത്ത് കുറെ കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു മടി വരും. ആ മടിയാണ് പ്രശ്നം. നമുക്ക് കിട്ടുന്ന കൂട്ടുകെട്ട്, നമുക്ക് കിട്ടുന്ന സുഖങ്ങൾ, ഇതൊക്കെ നമ്മളെ മടിയുടെ ഉസ്താദാക്കി മാറ്റും. മടിയൊക്കെ മാറ്റിയിട്ട് തിരിച്ചു വരും. അതുപോലെ തന്നെ ഇപ്പൊ കുറച്ച് പിള്ളേരൊക്കെ ആയിട്ടാണ് കൂട്ടല്ലേ. ഇപ്പൊ ഒരു ഷോയിലൊക്കെ കാണാറുണ്ട് കുട്ടികളുടെ കൂടെ എന്നിട്ട് താടി വെച്ചൊരു കുട്ടി, സാധാരണ കുട്ടികളുടെ കൂടെ നിന്നിട്ട് താടി വെച്ചൊരു കുട്ടി സംസാരിക്കുന്നത്. അപ്പൊ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അവരുടെയൊക്കെ പ്രായത്തിൽ ഒരിക്കലും ഞാൻ അങ്ങനെ പാടിയിട്ടില്ല, പറഞ്ഞിട്ടില്ല, ഓർമ്മ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇന്നത്തെ തലമുറ, ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഗംഭീരമാണ്. ഈ പ്രായത്തിൽ 5 വയസ്സുള്ളപ്പോൾ 6 വയസ്സുള്ളപ്പോൾ അവർക്ക് ഇങ്ങനെ പാടാൻ കഴിഞ്ഞു, വലിയൊരു പ്ലാറ്റ്ഫോം അവർക്ക് കിട്ടി.
അവർക്ക് ചിത്രം വരക്കുന്നു, അവർ മൊബൈൽ കൈകാര്യം ചെയ്യുന്നു, ഇൻ്റർനെറ്റ് കൈകാര്യം ചെയ്യുന്നു. നമ്മളൊക്കെ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഈ ലോകത്തേക്ക് വന്നത്. സത്യം. അപ്പോൾ ആധുനിക യുഗം സാങ്കേതിക വിദ്യയുടെ വിരൽത്തുമ്പിൽ ലോകം തൂങ്ങി നിന്ന് ആടുകയാണ്. എന്ത് വേണമെങ്കിലും ഈ വിരൽത്തുമ്പ് കൊണ്ട് സാധിക്കുന്ന ഒരു ലോകം. അപ്പോൾ കുട്ടികളുടെ അതേ തലച്ചോറ് തന്നെയാണ് അന്നും നമുക്കുണ്ടായിരുന്നത്. പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള അറിവ് ഈ കുട്ടികൾക്ക് ഇപ്പോൾ കൂടുതലാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ ആ ഒരു ഷോ ചെയ്യുമ്പോൾ കുട്ടികളായിട്ട് കൂട്ടുകൂടുമ്പോൾ തന്നെ നമുക്ക് കുറേ രസകരമാണ്. എപ്പോഴും നമ്മളെക്കാൾ പ്രായമുള്ളവരായിട്ട് നമുക്ക് കൂട്ടുകൂടുമ്പോൾ അവരുടെ ഉപദേശങ്ങളാണ്. ഇതിവിടെ അങ്ങനെ സംഭവില്ല. ഇത് നമ്മൾ വികൃതികളും കുസൃതികളുമായിട്ടുള്ള ഒരു ലൈഫാണ്. ഉപദേശങ്ങൾ സാധനം ഇല്ലല്ലോ അവിടെ ഉപദേശങ്ങളില്ലല്ലോ. അവരുടെ എല്ലാത്തിലും നമ്മൾ പറഞ്ഞു കേൾക്കണല്ലേ. അല്ല, ഇതിലൊരു കൗതുകരമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നോക്കി കാണുമ്പോൾ ഒരു താടി വെച്ച ഒരാളെന്ന് ചോദിക്കും. ഒരു ഗൗരവക്കാരനാണ്. പക്ഷെ അവരിലേക്ക് ഞാൻ ഇറങ്ങും, ഒരു പരിധിവരെ ഞാൻ ഇറങ്ങി ചെല്ലാറുണ്ട്. ചിലപ്പോൾ അവർ എന്നിലേക്ക് വരും, അവരുടെ വീരവാദങ്ങൾ, അവരുടെ വർത്തമാനങ്ങൾ, അവരെന്നെ ചോദ്യം ചെയ്യണത് ഒക്കെ പ്രോഗ്രാമിലൂടെ കാണാറുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ വൺ ടി വിയുടെ പ്രേക്ഷകരോട് സായൻ ചേട്ടൻ എന്താണ് പറയുന്നത്? വൺ ടി വിയുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, വൺ ടി വിയെ പ്രോത്സാഹിപ്പിക്കണം, വൺ ടി വിയുടെ പ്രോഗ്രാംസുകൾ കാണണം. വൺ ടി വി നിങ്ങൾക്കായി സംഭാവന ചെയ്തിട്ടുള്ള ഓരോ പ്രോഗ്രാമുകളും അത് വളരെ ശ്രദ്ധയോടെ കണ്ട് അതിൻ്റെ പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കണം. പിന്നെ ഇത് കാണുമ്പോൾ നമുക്കൊരു മനസ്സിന് സന്തോഷമുണ്ടാവണം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അതിലെല്ലാ ഇമ്പം ഉണ്ടാകാൻ വേണ്ടി എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ചിരുന്ന് മുടങ്ങാതിരുന്ന് കാണുക. പിന്നെ എല്ലാ ആഘോഷങ്ങളും ഇതിലൂടെ കണ്ട് ആസ്വദിക്കുക. കാണാം ധൈര്യസമേതം, ചിരിക്കാം ചിന്തിക്കാം കുടുംബസമേതം. അപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടി ഇവിടെ തീരുകയാണ് ഈസ്റ്റർ ദിനത്തിൻ്റെ. സാഞ്ചേട്ടാ, ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് കോൺട്രിബ്യൂഷൻ മലയാള സിനിമക്കും അതോടൊപ്പം തന്നെ മിമിക്രി ലോകത്തും വരാനുണ്ട്. ഈ മനസ്സിൽ നിന്ന്, താടിയിൽ നിന്ന്, വായിൽ നിന്ന്, നാവിൽ നിന്ന് അത് വരട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. സാഞ്ചേട്ടൻ എല്ലാവിധ ഭാഗങ്ങളിൽ നിന്നിരുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ സായൻ ചേട്ടനാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരനെ നമ്മൾ കൺക്ലൂഷൻ പറയുമ്പോൾ എന്തായാലും മകാരം വെച്ചിട്ട് തന്നെ പറയണം. മാമലകൾക്കപ്പുറത്ത് മരത മനോഹരം മുങ്ങി നിൽക്കുന്ന സാജൻ പള്ളിരുത്തിയുടെ HS ഇനിയും ഇരട്ടെ ഒരുപാട് ആഗ്രഹങ്ങൾ സഫലമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും മറ്റൊരു ദിവസത്തിൽ മറ്റൊരു ഗസ്റ്റുമായിട്ട് കൂട്ടുകൂടാം. അതുവരേക്കും ദിസ് ഇസ് വിരാജ് സൈനിങ് ഓഫ്. ബൈ.